ബിജെപി കൌൺസിലറുടെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ചോദിച്ചതിന് മാധ്യമപ്രവർത്തകരോട് ഭീഷണി മുഴക്കി ബിജെപി സംസ്ഥാന പ്രസിഡന്റ്. ചോദ്യങ്ങൾ ഉന്നയിച്ചവരോട് നിങ്ങൾക്ക് കാണിച്ചു തരാമെന്നാണ് ഭീഷണി. കഴിഞ്ഞ ദിവസം മാധ്യമപ്രവർത്തകർക്ക് നേരെയുണ്ടായ ബിജെപി കയ്യേറ്റത്തിനും മറുപടിയില്ല. നിങ്ങൾ മാധ്യമപ്രവർത്തകരല്ലെന്ന് രാജീവ് ചന്ദ്രശേഖർ ആരോപിച്ചു. നേരത്തെ പാർട്ടി സംരക്ഷിച്ചില്ല, പാർട്ടിയുമായി സംസാരിച്ച ഘട്ടത്തിലൊന്നും പാർട്ടി സംരക്ഷിച്ചില്ല എന്നാണ് പറഞ്ഞത്. ആത്മഹത്യക്കുറിപ്പിൽ അങ്ങനെയാണ് പറയുന്നത്. അത് നിങ്ങൾ കണ്ടുപിടിക്കുക. ആദ്യം വേണ്ടാത്ത കാര്യങ്ങളൊന്നും പറയരുത്. എവിടുന്ന് വായിച്ചു നിങ്ങൾ? ഇതൊരു ക്രിമിനൽ ഇഷ്യൂ ആണ്. അതിനെ ഒരു പാർട്ടീനെ തടയാൻ നോക്കരുത്. ഇത് CPM ചെയ്ത കാര്യങ്ങളാണ്. നിങ്ങൾ അതിനെ CPM പ്രൊട്ടക്ട് ചെയ്യാൻ നോക്കരുത്. ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഞങ്ങൾ ഇനി പറഞ്ഞ കാര്യങ്ങളെല്ലാം ഇനി നിങ്ങൾ ഏത് ചാനലാണ്? നിങ്ങൾ ചോദിക്കരുത്. നിങ്ങൾ ഒരു സൂയിസൈഡ് ചെയ്ത കൗൺസിലറാണ്, മനസ്സിലായില്ലേ? നിങ്ങളെ നോണ പ്രചരിപ്പിക്കരുത്. ബിജെപി ഭരണസമിതിയാണോ? അല്ല, ഇല്ല, അല്ല, അല്ല, അല്ല. ബിജെപിയുടെ ഭരണസമിതിയല്ല സൊസൈറ്റിയുടെ. മറ്റിപ്പാണ്. സിജോ ബി ജോൺ വിവരങ്ങൾ നൽകും. സിജോ, ബിജെപി കൌൺസിലറുടെ ആത്മഹത്യയിലായാലും മാധ്യമപ്രവർത്തകരെ കയ്യേറ്റം ചെയ്ത സംഭവത്തിലൊക്കെ ആയാലും ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ ബാധ്യസ്ഥപ്പെട്ട വ്യക്തിയാണ് രാജീവ് ചന്ദ്രശേഖർ. ബിജെപി സംസ്ഥാന അധ്യക്ഷനാണ്. പക്ഷേ എന്നിട്ടും അദ്ദേഹം മറുപടി പറയുന്നില്ല എന്ന് മാത്രമല്ല, മാധ്യമപ്രവർത്തകരോട് തട്ടിക്കയറുകയാണ് ചെയ്യുന്നത്. നിങ്ങൾ ചോദിച്ച എന്തൊക്കെ ചോദ്യങ്ങളാണ് അദ്ദേഹത്തെ ചൊടിപ്പിച്ചത്? ഈ അനിലിന്റെ മരണവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം, അതിന് മുന്നേ 2 ദിവസങ്ങൾക്ക് മുന്നേ ഈ അനിലുമായി കൂടിക്കാഴ്ച നടത്തിയെന്നുള്ളൊരു കാര്യം രാജീവ് ചന്ദ്രശേഖറാണ് സമൂഹ മാധ്യമങ്ങളിലൂടെ അറിയിച്ചിരുന്നത്. അതിനുശേഷം വലിയ രീതിയിലുള്ള വിമർശനം രാജീവ് ചന്ദ്രശേഖറിനെതിരെ വന്നിരുന്നു. മറ്റ് പല സ്ഥലങ്ങളിലും ഇപ്പം സഹായവുമായി പോകുമ്പോൾ, സ്വന്തം പാർട്ടിയിലുള്ള ഒരാൾ സഹായവുമായി ആവശ്യപ്പെട്ട് വരുമ്പോൾ അദ്ദേഹത്തെ സംരക്ഷിച്ചില്ല എന്നുള്ള വിമർശനമാണ് വന്നിരുന്നത്. അതുമായി ബന്ധപ്പെട്ടാണ് അദ്ദേഹത്തോട് ചോദിക്കുന്നത്. താൻ അനിലിനെ കണ്ടിരുന്നു, പക്ഷേ ഈ വിഷയങ്ങളൊന്നും ചർച്ച ചെയ്തില്ല എന്നുള്ള ഒരു ഒഴുക്കൻ മറുപടി പറഞ്ഞു പോവുകയാണ് ചെയ്തിരുന്നത്. ഒരു തരത്തിലും ഇയാൾ സംരക്ഷിച്ചില്ല എന്നുള്ളൊരു കാര്യമാണ് ഈ ആത്മഹത്യാക്കുറിപ്പിൽ പറഞ്ഞിരുന്നത്. അക്കാര്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞപ്പോൾ താൻ കൃത്യമായി തന്നെ ഇടപെട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ കാര്യങ്ങൾ ഉണ്ട്, പാർട്ടി കാര്യം പരിശോധിക്കുന്നുണ്ട് എന്നുള്ള കാര്യം പറഞ്ഞ് ഒഴിഞ്ഞു പോവുകയും ചെയ്യുകയും ചെയ്തിരുന്നു. ഇപ്പോൾ BJP ഉയർത്തുന്ന പ്രധാനപ്പെട്ട ഒരു ആരോപണം എന്ന് പറയുന്നത് CPM-ഉം പോലീസും ചേർന്ന് നടത്തിയ ഗൂഢാലോചന ഫലമായിട്ടാണ് ഇത്തരത്തിൽ അനിൽ ആത്മഹത്യ ചെയ്യേണ്ട സാഹചര്യത്തിലേക്ക് പോയതെന്നാണ് പറയുന്നത്. ഈ പല നിക്ഷേപകർക്കും പണം കൊടുക്കാനുണ്ട്. ആ പണം കൊടുക്കാനുള്ള അത് എത്രയും വേഗം കൊടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പോലീസ് ഭീഷണിപ്പെടുത്തി എന്നുള്ളൊരു കാര്യമാണ് പറയുകയും ചെയ്യുന്നത്. പക്ഷേ അതിന് കൃത്യമായ തെളിവുകളോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇതുമായി ബന്ധപ്പെട്ട് ചോദ്യങ്ങൾക്ക് കൃത്യമായ മറുപടി രാജീവ് ചന്ദ്രശേഖർ നൽകുകയും ചെയ്യുന്നില്ല. നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് എനിക്ക് മറുപടി നൽകാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല എന്നുള്ള തിരിച്ചൊരു വാദമാണ് അദ്ദേഹം ഉന്നയിക്കുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും കൃത്യം ഉത്തരം മുട്ടുമ്പോൾ തിരിച്ചെന്തെങ്കിലുമൊക്കെ പറയണമല്ലോ, അത് അത്തരത്തിലുള്ള ഒരു നിലപാടിലേക്കാണ് പോകുന്നത് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ആ ഒരു സമീപനം തന്നെയാണ് മാധ്യമപ്രവർത്തകരോട് രാജീവ് ചന്ദ്രശേഖർ സ്വീകരിക്കുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും വലിയ പ്രതിഷേധവും ഒക്കെ ഉണ്ടായ ഒരു സാഹചര്യത്തിലാണ് അദ്ദേഹത്തോട് മാധ്യമങ്ങൾ ഇത്തരത്തിൽ നിലപാട് തേടുന്നത്. പക്ഷേ അതിന് കൃത്യമായ ഒരു തരത്തിലുള്ള മറുപടിയും രാജീവ് ചന്ദ്രശേഖർ നൽകിയതുമില്ല.